കേരളത്തിൽ ശക്തമായ കാറ്റിൽ മരം വീണാണ് കെടുതികൾ അധികവും സംഭവിച്ചത്. അരീക്കാട് റെയിൽവേ ട്രാക്കിലേക്ക് ഇന്ന് വീണ്ടും മരം വീണു. ഇന്നലെ രാത്രിയിലും പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് 3 മരങ്ങൾ വീണിരുന്നു. ഇന്നലെ മരം വീണ പ്രദേശത്തിന് സമീപത്താണ് ഇന്ന് വീണ്ടും മരം വീണത്. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. മീഞ്ചന്തയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. ഒബി റോഡ് സ്വദേശി ഉവൈസിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വയനാട്ടിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. ഇന്നലെ നിർത്താതെ പെയ്ത കനത്ത മഴയിൽ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കോട്ടത്തറ പഞ്ചായത്തിലെ വെണ്ണിയോട് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ റോഡ് ഒലിച്ചുപോയി. 19 ആദിവാസി കുടുംബങ്ങൾ ഈ മേഖലയിൽ ഒറ്റപ്പെട്ടു. പുഴയോരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. പലയിടത്തും റോഡുകളും പാലങ്ങളും അപകടാവസ്ഥയിലാണ്. വെണ്ണിയോടേക്ക് കരിഞ്ഞകുന്ന്, കോട്ടത്തറ തുടങ്ങിയ ഒട്ടേറെ ചെറു പ്രദേശങ്ങളിൽ നിന്നുള്ള ഏക ഗതാഗത മാർഗം ഈ റോഡ് തന്നെയാണ്. ഈ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇനിയും ഇത് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വന്നാൽ ഈ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒരു പോസ്റ്റ് അടക്കമാണ് ഇടിഞ്ഞു വീണത്, ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം. കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയ്ക്കായി കുന്നിടിച്ച സ്ഥലത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ച സ്ഥലത്തെയും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഈ പാതയിലൂടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.